الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر ذنب وقابل توب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തുകൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരുപാട് പുതിയ തീരുമാനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉണ്ടാവും. ഈ വർഷം ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇൻഷാ അല്ലാഹ് ഇന്നിന്ന കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കണം, ഇന്നിന്ന മേഖലകളിലൊക്കെ പ്രവർത്തിക്കണം. വളരെ കൃത്യമായി ആലോചിച്ച് ചിന്തിച്ച് ആസൂത്രണം ചെയ്ത് അതെഴുതി വെച്ച് കലണ്ടർ ഉണ്ടാക്കി ടൈം ടേബിൾ ഉണ്ടാക്കി 2025 വർഷത്തിലെ ഓരോ മാസവും ഓരോ ദിവസവും എങ്ങനെയാകണം എന്നതിന് രൂപങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എന്താണ് ഒരു വർഷം പിന്നിട്ട് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മുസ്ലിം എന്നുള്ള സത്യവിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന, ഓർമ്മയിലും ശ്രദ്ധയിലും ആലോചനയിലും വരേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു. ഒരടിമക്ക് അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹു അവനെ കർമ്മനിരതനാക്കും, പ്രവർത്തനനിരതനാക്കും, ധാരാളമായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ തരും. അല്ലാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അയാൾ അല്ലാഹു കർമ്മനിരതനാക്കും. അപ്പൊ ആളുകൾ ചോദിച്ചു, സ്വഹാബത്ത് കൈഫ യസ്തഅമിലു, എങ്ങനെയാണ് ഈ കർമ്മനിരതനാക്കുക? അല്ലാഹ് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ അതെന്താണ്? യുവഫ്ഫിഖുഹു ലിഅമലിഹി സ്വാലിഹി, അല്ലാഹു അവന് അമല് സ്വാലിഹാത്തിന് തൗഫീഖ് നൽകും, അവസരം നൽകും, ആയുസ് നൽകും, ആരോഗ്യം നൽകും. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും ആയുസ്സും ആരോഗ്യവുമൊക്കെ നൽകലാണ് ഒരു മനുഷ്യനെ കർമ്മനിരതനാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യത്തോടുകൂടെ ഒരു വർഷത്തിലേക്ക്, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നന്നായി ആഗ്രഹമുണ്ടെങ്കിലും, മനസ്സിനകത്ത് നല്ല ഈമാനും തഖ്വയുണ്ടെങ്കിലും, സുജൂദിന്റെ മുഴുവൻ അവയവങ്ങളും
നിലത്ത് കുത്തി റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ജീവനോടെ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. മാരകമായ രോഗം ബാധിച്ചവർ, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയ അവശതയോടുകൂടെ ജീവിക്കുന്നവർ, അവരൊക്കെ നല്ല പ്രായത്തിൽ വളരെ നന്നായി ജീവിച്ച് നല്ല ഇബാദത്തുകളെടുത്ത് കഴിഞ്ഞുകൂടിയ ആളുകൾ. പക്ഷേ ശാരീരികമായി ആരോഗ്യകാര്യത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടപ്പോ ആഗ്രഹം നന്നായി ഉണ്ടെങ്കിലും, ഞാൻ പറഞ്ഞില്ല, ഒന്ന് സുജൂദ് ചെയ്യാൻ പോലും എല്ലാ അവയവങ്ങളും, ശരീരത്തിന്റെ സുജൂദിൽ വെക്കേണ്ടുന്ന മുഴുവൻ അവയവങ്ങളും അത് നിലത്ത് കുത്തി കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിലൊന്ന് സുജൂദ് ചെയ്യാനാകാതെ പരീക്ഷിക്കപ്പെട്ട് നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് മനുഷ്യരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കുള്ള പാഠം എന്താണ്? വരുന്ന ഓരോരോ കാലയളവ് ആരോഗ്യത്തോടുകൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പദ്ധതികളും നമുക്കുണ്ടായിക്കോട്ടെ, എല്ലാ രംഗങ്ങളിലും ആസൂത്രണങ്ങൾ ഉണ്ടാകട്ടെ, ആലോചനകൾ ഉണ്ടാകട്ടെ. നമ്മൾ ചിന്തിക്കണം, ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മളത് രേഖപ്പെടുത്തി വെക്കണം, ടാർജറ്റുകൾ ഉണ്ടാകണം, നമ്മളത് പൂർത്തീകരിക്കണം. ഞാൻ പറയുന്നത്, ഒരു മിമ്പറിന്റെ 2025 വർഷത്തിന്റെ ആരംഭത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ഒരു മിമ്പറിന്റെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് മതപരമായ ഒരു കലണ്ടർ ഉണ്ടാകണം, ദീനുമായി ബന്ധപ്പെട്ട ഒരു കലണ്ടർ ഉണ്ടാകണം. 2024 എങ്ങനെയായിരുന്നു എന്റെ ദീനുമായി ബന്ധപ്പെട്ട എന്റെ ഒരു ജീവിതം എന്തായിരുന്നു, അവിടുത്തെ നന്മകൾ എന്താണ്? കഴിഞ്ഞ വർഷത്തെ എനിക്ക് മനസ്സിന് ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ, ദീനുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് എനിക്ക് എടുത്തു പറയാവുന്ന, ഓർത്തുവെക്കാവുന്ന, സന്തോഷിക്കാവുന്ന, നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ എണ്ണിപ്പറഞ്ഞ് പ്രതിഫലം ലഭിക്കാവുന്ന എന്ത് കാര്യങ്ങളാണ് എനിക്കെന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷം പിന്നിടുമ്പോ എനിക്കെന്റെ ജീവിതത്തിലുള്ളത്? ഞാൻ അങ്ങനെ ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കണം. വരാൻ പോകുന്ന ഒരു കൊല്ലം, ഒരു വർഷക്കാലം, അടുത്ത ഡിസംബർ വരെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടേണ്ടത്, അതും നമ്മൾ ചിന്തിക്കണം. ഒരു കാലയളവ് അള്ളാഹു നമുക്കിങ്ങനെ നൽകുന്നത്, വർഷവും മാസവും ദിവസവും സൂര്യന്റെ ഉദയവും ഉച്ചയാകുന്നതും അസ്തമിക്കുന്നതും സമയങ്ങൾ ഇങ്ങനെ നൽകുന്നത്, ഇത് കടന്നു പോകുന്നു, കഴിഞ്ഞു പോകുന്നു, തീർന്നു പോകുന്നു എന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മുടെ ഒരു എൻഡിലേക്ക്, നമുക്ക് എത്താനുള്ള ഏറ്റവും എൻഡിലേക്ക്, അവസാനത്തെ പോയിന്റിലേക്ക് നമ്മളങ്ങനെ അടുക്കുക. ഒരു കൊല്ലം കൂടി നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. പണ്ഡിതന്മാർ അതിനെ പ്രയോഗിക്കുന്നത്, ഒരു വർഷം കൂടി യമർറൂബിക്കും ബി ഖബരിക്കും, നിങ്ങളുടെ ഖബറിനോട് ഒരു വർഷം കൂടി നിങ്ങൾ അടുത്തിരിക്കുന്നു. അങ്ങനെയാണ് പണ്ഡിതന്മാർ പ്രയോഗിക്കുക. നമ്മൾ നമ്മുടെ ഖബറിനോട് ഒരു കൊല്ലം കൂടി ഖബറിന്റെ അടുത്തേക്ക് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. വയുബഈദുക്കും അനിൽ ഖുസൂരി ആമ, നിങ്ങൾ നിങ്ങളുടെ കൊട്ടാരങ്ങളിൽ നിന്ന്, നിങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന്, നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഒരു വർഷം കൂടി നിങ്ങൾ ഇങ്ങോട്ട് പോന്ന് ഖബറിന്റെ ഭാഗത്തേക്ക് ഒരു കൊല്ലം കൂടി നിങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ്. ഒരു കൊല്ലം കഴിയുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കാനാണ്. മരണത്തോട് നമ്മൾ ഒന്നുകൂടെ, 2024 പോലെയല്ല നമ്മളും മരണവും തമ്മിലുള്ള ദൂരം 2025. എന്റെ മരണവും ഞാനും തമ്മിലുള്ള ദൂരം ഒരു വർഷത്തെ വഴി ദൂരം കുറഞ്ഞിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തെക്കുറിച്ച് ഓർമ്മ നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് പറയുന്നിടത്ത് ആ ഹദീസിൽ മരണം എന്ന് പറയാതെ ഒരു വാക്ക് അതിന് പകരം പ്രയോഗിക്കുന്നുണ്ട്. അറബിയിലുള്ള ആ വാക്ക് മലയാളം പോലെ മനപ്പാടമാക്കി വെച്ച് എപ്പോഴും നമ്മുടെ നാവിലും ചുണ്ടിലും മനസ്സിലും ഓർമ്മയിലുണ്ടാകണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്. മരണത്തിനുള്ള പേരാണ് ഹാദിമുൽ ലദ്ദാത്ത്. ഹാദിം എന്ന് പറഞ്ഞാൽ തകർത്ത് കളയുന്നത് എന്നാണ്. നിശേഷം തകർത്ത് കളയുന്നത്. എന്തിനാ തകർത്ത് കളയുക? മരണം. അല്ലദ്ദാത്ത്, നിങ്ങളുടെ എല്ലാ അഭിരുചികളെയും ആസ്വാദനങ്ങളെയും നിങ്ങളുടെ മുഴുവൻ ഇഷ്ടങ്ങളെയും നിങ്ങളുടെ ആഘോഷങ്ങളെയും ആഡംബരങ്ങളെയും എല്ലാം തകർത്ത് കളയുന്ന
ഹാദിമുൽ ലദ്ദാത്ത്, നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഓർമ്മയും വിചാരവും ചിന്തയും അതിങ്ങനെ അധികരിപ്പിക്കണം. അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബോധപൂർവം നിങ്ങളത് ചെയ്യണം. മരണത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തണം. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പ്രസംഗം കേൾക്കുമ്പോ, ഒരു ഖുത്ബ കേൾക്കുമ്പോ, തൊട്ടയലോകത്ത് 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിക്കുമ്പോ 10-65 വയസ്സ് എനിക്കായി, 35 വയസ്സുകാരൻ മരിച്ചല്ലോ, അങ്ങനെ എപ്പോഴെങ്കിലും ഉള്ള അവിചാരിതമായി വരുന്ന മരണത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളല്ല. അത് ദുനിയാവില് ഭൗതികമായി ഇങ്ങനെ സംഭവിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കി നരച്ച രോമം കാണുമ്പോ ആ നരച്ച രോമം നിങ്ങളോട് മരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്ന് ചിന്തിക്കണം. ശരീരത്തിന്റെ രോമം നരക്കുമ്പോ, തലമുടി നരക്കുമ്പോ, താടിരോമങ്ങൾ നരക്കുമ്പോ, നരച്ച മുടികൾ, രോമങ്ങൾ 1000 മുടി നരക്കുമ്പോ 1000 തവണ നിങ്ങളുടെ തല നിങ്ങളോട് മരണത്തെക്കുറിച്ച് വർത്തമാനം പറയുകയാണ്, മരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, രണ്ടാമതായി എന്താണ് നമ്മൾ ഈ യാത്ര ഇങ്ങനെ പൂർത്തിയാക്കി ഇതിന്റെ എൻഡിലെത്തുമ്പോ നമുക്ക് എന്താ വേണ്ടേ? അതിനെന്താ നമ്മുടെ കയ്യിലുള്ളത്? ഈ യാത്രയുടെ ഒരു കിലോമീറ്ററും കൂടെ കഴിഞ്ഞു, 10 കിലോമീറ്ററും കൂടെ കഴിഞ്ഞു, 50 കിലോമീറ്റർ കൂടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു യാത്ര പോകുമ്പോ ഈ യാത്രയുടെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോ നമുക്ക് എന്താ വേണ്ടത്? എന്താ കയ്യിലുണ്ടാവേണ്ടത്? അതിനെന്താണ് ഇപ്പോൾ കയ്യിലുള്ളത്? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി. നാളെ എന്ന് പറയുന്നത് ഇന്ന് സൂര്യൻ അസ്തമിച്ചിട്ട് നാളെ ഉദിക്കുന്ന നാളെയല്ല, നാളേക്ക് വേണ്ടി. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നിങ്ങൾ എത്തുമ്പോ അവിടത്തേക്ക് മാ ഖദ്ദമത്, നിങ്ങൾ നോക്കണം, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്. അള്ളാഹുവിന്റെ കോടതിയിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ മരണം സംഭവിച്ച റബ്ബിന്റെ അടുത്തേക്ക് എത്തുമ്പോ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾ നോക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഒരു ബൾക്കായിട്ട് സൽക്കർമ്മങ്ങളൊക്കെ കൂടി കൂട്ടിക്കൊണ്ടുവന്നിട്ട് അതിന് ഒരു മൊത്തത്തില് കൂലിയല്ല അല്ല ചെയ്യുക. നമ്മൾ സാധാരണ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ഇടപാട് നടത്തുമ്പോ കൂടെ കൂട്ടി കൊണ്ടുവന്നിട്ട് അതിന് ഒരു മൊത്തവില പറഞ്ഞ്, അങ്ങനെയല്ല. അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുക. അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുമ്പോ ഓരോ കർമ്മത്തിന്റെയും മിസ്കാലു ദർറ, മലയാളത്തിൽ പരിഭാഷപ്പെടുത്താവുന്നത് കടുകുമണിത്തൂക്കെന്നാണ്. അതിനെ അള്ള പരിഗണിക്കും. ചെറിയ കാര്യങ്ങളുണ്ടാവും, നിങ്ങൾ ചെയ്ത ചെറിയ ചെറിയ നന്മകൾ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടും. അതിന് കൂലി കിട്ടും, അതിന് ശിക്ഷയും കിട്ടും. ചെറിയ തിന്മകൾക്ക് അത് എണ്ണപ്പെടും, ശിക്ഷ കിട്ടും. ചെറിയ നന്മകൾക്ക് അത് പരിഗണിക്കപ്പെടും, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടും എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറൻ വമാ അമിലത് മിൻ സൂ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ 30-ാമത്തെ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. യൗമ തജിദു കുല്ലു നഫ്സിൻ, നമ്മൾ കാണുക ഓരോ മനുഷ്യൻ, തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറൻ. 60 വയസ്സുവരെയുള്ള നമ്മുടെ ജീവിതം മുഴുവൻ ഒരു വീഡിയോഗ്രാഫി ആക്കിയിട്ട് ഒരു വീഡിയോ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ ജനിച്ചു വീഴുന്നു, ഉമ്മാന്റെ മടിയിൽ കിടക്കുന്നു, 1 വയസ്സാകുന്നു, 2 വയസ്സാകുന്നു, 60 വയസ്സുവരെ മരണം വരെയുള്ള ഒരു നമ്മുടെ ജീവിതത്തെ രാവും പകലും കൃത്യമായി ഇങ്ങനെ ചിത്രീകരിച്ചിട്ട് അത് മുഴുവൻ നമ്മളിങ്ങനെ ഇരുന്ന് കാണുന്നതിനെപ്പറ്റി നിങ്ങളൊന്ന് സങ്കല്പിച്ചു. യൗമ തജിദു കുല്ലു നഫ്സിൻ, എല്ലാരും കാണും, മാ അമിലത്, അവർ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും മിൻ ഖൈരിൻ മുഹ്ദറൻ. ഒരു ലൈവ്, മുഹ്ദറൻ എന്ന് പറഞ്ഞാൽ ലൈവായി കാണുന്ന എന്റെ ജീവിതത്തെ, എന്റെ കർമ്മങ്ങളെ, എന്റെ രാവിനെ, എന്റെ പകലിനെ ലൈവായി ഞാനിങ്ങനെ കാണും. ഞാൻ എന്തൊക്കെയാ ചെയ്ത്, ഞാൻ എങ്ങനെയാ ജീവിച്ചത്, അത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കും. വമാ അമിലത് മിൻ സൂഇൻ, എല്ലാ തെറ്റുകളും, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത മുഴുവൻ കാര്യങ്ങളും, എല്ലാ തെറ്റുകുറ്റങ്ങളും, എല്ലാ നന്മകളും അള്ളാഹു എന്റെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കും. അപ്പോ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, ഞാനും ഇതും തമ്മിൽ വിദൂരമായി പോയെങ്കിൽ,
ഈ കർമ്മങ്ങൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ ഒരു കൊല്ലം, നിങ്ങൾ ആലോചിച്ചു നോക്കും, നമ്മുടെ ഒരു കൊല്ലം, കഴിഞ്ഞ ഒരു കൊല്ലം 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള രാത്രി 12 മണി മുതൽ പിറ്റേന്ന് രാത്രി ഒരു 12 മണി വരെയുള്ള ആ ഒരു മുഴുവൻ സമയവും ചിത്രീകരിച്ച് ഒരു കൊല്ലക്കാലം നമ്മുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സങ്കല്പിച്ചു നോക്ക്. അള്ളാഹു നമ്മുടെ ജീവിതത്തെ അങ്ങനെ അവതരിപ്പിക്കുമ്പോ ആ ജീവിതവും നമ്മളും തമ്മിൽ അകലമുണ്ടായെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു, അള്ളാഹു അവനെപ്പറ്റി നിങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി ഭയപ്പെടുത്തുകയാണ്. അള്ളാഹു നിങ്ങളോട് വളരെ കൃത്യമായി താക്കീത് നൽകുകയാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അവനെ പറഞ്ഞ് ഭയപ്പെടുത്തുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി മാത്രമല്ല, അള്ളാഹു കൃപയുള്ളവനാണ്, തന്റെ ദാസന്മാരോട് അങ്ങേറ്റ കനിവുള്ളവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം മാത്രമാണ്, ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവതരണം അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒന്നും വിട്ടുപോകാതെ നമ്മുടെ ജീവിതം പൂർണ്ണമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമെന്നാണ് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നത്. മൂന്നാമത്തത്, അവിടെ നമ്മുടെ ജീവിതം മുഴുവൻ വന്ന് വിചാരണ നടക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ വിചാരണ ചെയ്യുക എന്നത് തന്നെയാണ്. ഉമർ ബിൻ ഖത്താബിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു വസിനു അഅമാലകും, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ തൂക്കിക്കണക്കാക്കുക. ഖബല അൻ തൂസിനു അലൈക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ പടച്ചോൻ തൂക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങളൊന്ന് തൂക്കിക്കണക്കാക്കുക. അപ്പോ എവിടെയാണ് തിരുത്തേണ്ടത്, എവിടെയാണ് തൗബ ചെയ്യേണ്ടത്, ഏത് കാര്യത്തിനാണ് ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്, ഏത് കാര്യമാണ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഒക്കെ നിങ്ങൾക്കൊരു ധാരണ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ തൂക്കണം. എന്റെ നമസ്കാരങ്ങൾ, എന്റെ നോമ്പ്, എന്റെ സക്കാത്ത്, എന്റെ ഹജ്ജ്, എന്റെ ഉംറ, എന്റെ സ്വതക്ക, നിങ്ങൾ അതിനൊക്കെ ഒരു വെയിറ്റ് കണക്കാക്കണം. എത്ര ഉണ്ട് എന്റെ നമസ്കാരത്തിന്, എത്ര വെയിറ്റ് ഉണ്ട്, എന്റെ നോമ്പിന്റെ തൂക്കം എത്രയാണ്, എന്റെ സ്വതക്കയുടെ കനമത്രയാണ്, നിങ്ങൾ അതിനൊന്ന് കണക്കാക്കണം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളോട് ആവശ്യപ്പെടാൻ. അള്ളാഹു ഇതൊക്കെ കണക്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കണക്കെടുക്കണം. നിങ്ങളുടെ ഫർള്, നിങ്ങൾ ഫർള് കൊണ്ട് തുടങ്ങണം. നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ നിങ്ങളുടെ ഫർള് കൊണ്ട് തുടങ്ങുക. അതിൽ എന്തൊക്കെയാ കുറവുള്ളത്, ഫർള് ആയ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കുറവ് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്, നിങ്ങളത് പരിശോധിക്കുക. നിങ്ങൾ സ്വയം വിചാരണ ചെയ്യും. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, അൽ മനാഹി, അള്ളാഹു നിങ്ങളോട് വിരോധിച്ച കാര്യങ്ങൾ, വേണ്ട, പാടില്ല, അരുത്, ചെയ്യരുത്, പോകരുത്, കാണരുത് എന്ന് പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളാണ്. ഓരോ അവയവം നമുക്ക് കാണാം. പണ്ഡിതന്മാരിങ്ങനെ സംസാരിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഓരോ അവയവത്തോടും നിങ്ങൾ ചോദിക്കണം. മുഹാസബത്തുൽ ജവാരി, അവയവങ്ങളുടെ വിചാരണ നിങ്ങൾ നടത്തണം. ഇലാ ഐന ഖത്തത് റിജ്ല, കാലിനോട് ചോദിക്കണം നിങ്ങൾ, നീ എവിടേക്കാണ് പോയത്, 2024 നീ എവിടേക്കെല്ലാമാണ് നടന്നുപോയത് എന്ന് ചോദിക്കണം. വമാദാ ബതശ്ത യദ, കൈകളോട് ചോദിക്കണം, നീ എവിടൊക്കെ പോയി തൊട്ടു, നിന്റെ കയ്യിനോട് നീ ചോദ്യം ചെയ്യണം, വിചാരണ നടത്തണം. എവിടെയാണ് നീ പോയി സ്പർശിച്ചത്, അള്ളാഹ് അനുവദിക്കാത്തടത്ത്, അള്ളാഹു വിരോധിച്ചിടത്ത് എന്തെല്ലാമാണ് നിന്റെ കൈകളെ കൊണ്ട് തൊട്ടത്, ഔ സമിഅത ഉദ്നാ, കാതുകളെ കൊണ്ട് കേട്ടത്, കണ്ണുകളെ കൊണ്ട് കണ്ടത്, ഖൽബുകളെ കൊണ്ട് നീ സങ്കൽപ്പിച്ചത്, വിചാരിച്ചത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ, ശരീരത്തിലെ ഓരോ അവയവങ്ങളെ നിങ്ങൾ വിചാരണ ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ് പണ്ഡിതന്മാർ. വർഷം മറിയുമ്പോ തൂക്കിയ കലണ്ടർ, പഴയ ഈ കലണ്ടർ അവിടുന്ന് എടുത്തു മാറ്റി ആണെങ്കിൽ ഒരു പുതിയ കലണ്ടർ തൂക്കൽ മാത്രമല്ല, ജീവിതത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാറ്റം ഇബാദത്തിന്റെ കാര്യത്തിൽ, നന്മകളുടെ കാര്യത്തിൽ, സൂക്ഷ്മതയുടെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ വരാൻ
പോകുന്ന ഒരു വർഷം ഞാൻ ഇന്ന രൂപത്തിലായിരിക്കണം എന്നൊരു നല്ല തീരുമാനമെടുക്കുകയും അതിൽ തൗഫീഖ് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു വരാൻ പോകുന്ന വർഷം അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്ന, അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ കൂടുതൽ പഠിക്കുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങൾ കൂടുതൽ പാലിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ കൂടുതൽ അനുസരിച്ചും അനുഷ്ഠിച്ചും ജീവിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ അറിയുന്ന, അത് മറ്റുള്ളവരെ അറിയിക്കുന്ന, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, ദീനുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളിലും മുന്നിട്ട് നിൽക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ നമ്മയും മക്കളെയും ഭാര്യ ഭർത്താക്കന്മാരെയും മാതാപിതാക്കളെയും കുടുംബങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ, പോരായ്മകൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരികയും ചെയ്യുമാറാകണം. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ തൊട്ടുമുമ്പുള്ള മാസങ്ങളിൽ റമദാനിനെ പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. റജബ് മാസത്തിന്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത്. എല്ലാ മാസങ്ങളും, എല്ലാ ദിവസങ്ങളും, ഓരോ മണിക്കൂറുകളും അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും പാലിച്ചും തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നാൽ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ അറിയുകയും അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിക്കുകയും കൂടുതൽ ഭക്തി കാണിക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൂടുതൽ ജാഗ്രത കാണിക്കുകയും ചെയ്യണം എന്ന് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അള്ളാഹുവിന്റെ കണക്കിൽ തന്നെ മാസങ്ങൾ 12 മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ. 12-ൽ 8 മാസങ്ങൾ കഴിഞ്ഞാൽ 4 മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കിയിട്ടുണ്ട്. ഫലാ തുളിമു ഫീഹിന്ന അൻഫുസകും. ആ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അതിക്രമം കാണിക്കരുത്. മറ്റു മാസങ്ങളിലാവാം എന്ന അർത്ഥത്തിലല്ല. പണ്ഡിതന്മാർ ഈ ആയത്തിന് തഫ്സീർ പറയുമ്പോൾ നമുക്ക് കാണാം, ഒരു കാലത്ത് നമ്മളോട് അതിക്രമം നമ്മളോട് അതിക്രമം കാണിക്കുക എന്ന് പറയുന്നത് ഹറാമാണ്, പാടില്ല, തെറ്റാണ്, ചെയ്യരുത് എന്ന അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിനെയാണ് ഖുർആൻ നിങ്ങൾ നിങ്ങളോട് അക്രമം കാണിക്കരുത് എന്ന് പറയുന്നത്. അത് ഏത് മാസങ്ങളിൽ? ഈ 4 മാസങ്ങളിൽ. അല്ലാത്ത കാലങ്ങളിലോ? അല്ലാത്ത കാലങ്ങളിലും പാടില്ല. ഈ 4 മാസങ്ങളിലോ? ഈ 4 മാസങ്ങളിൽ തീരെ സംഭവിക്കാവതല്ല. ആ മാസത്തിൽപ്പെട്ടതാണ് പരിശുദ്ധമായ റജബ് മാസം. നമ്മൾ റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ 12 മാസങ്ങളാണ്. അർബഅത്തുൽ ഹുറുമുൻ, 3 പവിത്രമായ മാസങ്ങളാണ്, ശ്രേഷ്ഠമാക്കപ്പെട്ട മാസങ്ങളാണ്. സലാത്തുൻ മുതവാലിയാത്തുൻ, 4 പവിത്ര മാസങ്ങളിൽ 3 മുതവാലിയാത്താണ്, തുടരെങ്ങനെ വരുന്ന 3 മാസങ്ങൾ. ദുൽഖഅദ്, ദുൽഹിജ്ജ വൽ മുഹറം. ഇത് 3 ഇങ്ങനെ തുടരെ വരുന്ന 3 മാസങ്ങളാണ്. 4-മത്തത് റജബ് മുളർ. മുളറിന്റെ റജബാണ് 4-മത്തെ പവിത്ര മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ മുളറിന്റെ റജബ് എന്ന് പറയുന്ന മുളർ എന്ന് പറയുന്ന ഗോത്രത്തെ കുറിച്ചാണ്. റബീ ഗോത്രം പറഞ്ഞു 4 മാസങ്ങളിൽ 4-മത്തത് റമദാനാണ് എന്ന് റബിയ ഗോത്രവും, അല്ല 4-മത്തത് റജബ് മാസമാണ് എന്ന് മുളർ ഗോത്രവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം വ റജബ് മുളർ. മുളർ ഗോത്രം പറയുന്നത് പോലെ റജബ് മാസമാണ് പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങൾ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. വമയുഅല്ലിം ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തണം, ആദരിക്കണം. ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, നിങ്ങൾക്ക് തഖ്വ ഉണ്ട് എന്നതിന്റെ ലക്ഷണാണത്. റജബ് മാസം വരുമ്പോ, ദുൽഖഅദ് വരുമ്പോ, ദുൽഹിജ്ജ വരുമ്പോ, മുഹറം വരുമ്പോ ആ മാസങ്ങളുടെ പവിത്രതയെ ആദരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് നിങ്ങൾക്ക് തഖ്വയുണ്ട്, അള്ളാഹുവിനെ പേടിച്ചും സൂക്ഷിച്ചും ജീവിക്കുന്നവരാണ് എന്നതിന്റെ അടയാളമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശആഇറല്ലാഹ് വലശ്ശഹ്റൽ ഹറാം. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളോട് അനാദരവ് കാണിക്കരുത്, പവിത്ര മാസങ്ങളോടും. ഈ 4 മാസത്തോട് അനാദരവ് കാണിക്കരുത്. ഇത് അനാദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ
ഈ റജബ് മാസത്തോട് അനാദരവ് കാണിക്കരുത് പറഞ്ഞാൽ എന്താ? അള്ളാഹു കൽപ്പനയായി പഠിപ്പിച്ച ഒരു കാര്യം ഈ മാസത്തിൽ ചെയ്യാതിരിക്കരുത്. നിർബന്ധമാക്കിയ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യം റജബ് മാസത്തിൽ നിങ്ങൾ പവിത്ര മാസങ്ങളിൽ നിങ്ങൾ ഒഴിവാക്കരുത്. ഇവിടെയൊക്കെ ബാധകം മറ്റു മാസങ്ങളിൽ അനുവദനീയാണ് എന്ന അർത്ഥത്തിലല്ലല്ലോ, നമുക്കതറിയാം. ഒരു കാലത്തും പാടില്ല. ഈ 4 മാസങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ സൂക്ഷ്മത കാണിക്കണം. ഫർള് നമസ്കാരങ്ങൾ വിട്ടുപോകാതെ ഈ മാസം കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹറാമായ കാര്യങ്ങളിലേക്ക് പെട്ടുപോകാതെ ഈ മാസങ്ങളിൽ നിങ്ങൾ കൂടുതൽ സൂക്ഷ്മത കാണിക്കണം. യസ്അലൂനക അനിശ്ശഹരിൽ ഹറാം, പവിത്ര മാസങ്ങളെക്കുറിച്ച് നബി അവർ താങ്കളോട് ചോദിക്കുന്നു. ഖിതാലിൻ ഫീഹി, അതിൽ പരസ്പരം സായുധ പോരാട്ടം, യുദ്ധം നടത്തുന്നതിനെ കുറിച്ച്. ഖുൽ ഖിതാലുൻ ഫീഹി കബീർ, അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ 4 മാസങ്ങളിൽ ആരെങ്കിലും പരസ്പരം ആയുധമെടുത്ത് ഏറ്റുമുട്ടുകയാണ് ണെങ്കിൽ അത് വലിയ അപരാധമാണ്. അല്ലാഹു പറയാണ്, ഒരു കാലത്തെ ഒരു മാസത്തെ നിശ്ചയിച്ചിട്ട് അത് പവിത്രമാണ്. നിങ്ങൾ ആ കാലത്ത് ആ മാസത്തിൽ പരസ്പരം ആയുധം എടുത്ത് പോരാടരുത്, വേദനിപ്പിക്കരുത്, മറ്റുള്ളവരെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് പറയാണ്. എന്തിന്റെ കാരണത്തിലായാലും ഒരു നന്മയുടെ മാർഗത്തിൽ പോലും നിങ്ങൾ പവിത്ര മാസങ്ങളിൽ യുദ്ധം ചെയ്തുകൂടാ, മറ്റുള്ളവരെ നിങ്ങൾ വേദനിപ്പിച്ചുകൂടാ. ഇസ്ലാമിക നിയമമാണ്, അല്ലാഹു പഠിപ്പിച്ച നിയമമാണ്. മറ്റൊരാളെ വേദനിപ്പിച്ചുകൂടാ. നമ്മളാരും യുദ്ധക്കളത്തിൽ ഒരുപക്ഷെ ജീവിതകാലത്ത് എവിടെയും യുദ്ധത്തിനിറങ്ങുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിക്കൊള്ളണമെന്നില്ല, വല്ലാഹു അഅലം. പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നതാണ് അതിന്റെ ആശയം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ അത് വാളെടുത്ത് യുദ്ധക്കളത്തിൽ ശത്രുവായി വന്ന് കണ്ടുമുട്ടി വെട്ടിയാൽ മാത്രമല്ല, നമ്മള് വളരെ ക്രൂരമായൊരു വാക്ക് പ്രയോഗിക്കുമ്പോ വാളിനേക്കാൾ വലിയ മുറിവോടെ വേദനിച്ച് പടയുന്ന മനുഷ്യന്മാരുണ്ടാവും. അതുകൊണ്ട് വേദനിപ്പിക്കരുത്. നിങ്ങൾ പവിത്ര മാസങ്ങളിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്, യുദ്ധം ചെയ്യരുത് എന്ന് പറയാൻ. ഫലാ തുദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നൽ ദുൽമ ഫിൽ അശ്ഹരിൽ ഹുറുമി അഅ്ലമു ഖതീഅ, ഈ മാസങ്ങളിൽ അതിക്രമം കാണിക്കുന്നത് വലിയ അപരാധമാണ് എന്ന അർത്ഥത്തിലാണ്. ഫീമാ സിബാഹ, അതല്ലാത്ത കാലത്തേക്കാണ്. കുറ്റം കൂടും, ശിക്ഷ കൂടും, വലിയ അപരാധമായിട്ടാണ് അള്ളാഹു ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നതിനെ പരിഗണിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത് എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്മകളുടെ കാര്യത്തിൽ കൂടുതൽ നിർവഹിക്കാൻ പവിത്ര മാസങ്ങളെ ഉപയോഗപ്പെടുത്തണം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും പവിത്ര മാസങ്ങളെ ഉപയോഗപ്പെടുത്തണം. റജബ് മാസവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളുണ്ട്, കാലങ്ങളായി നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളുണ്ട്. അത് വളരെ കർക്കശമായി പണ്ഡിതന്മാർ പറയുകയും അങ്ങനെയല്ല എന്ന് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, റജബ് മാസവുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിൽ ഇപ്പോഴും ഈ റജബ് മാസത്തിലാണ് ഇസ്രാവും മിറാജും റജബ് 27-നാണ്, റജബ് മാസത്തിലാണ് അല്ലെങ്കിൽ റജബ് 27-നാണ് അതുണ്ടായത് എന്ന് പറയുകയും അന്ന് പ്രത്യേകം നോമ്പിനോ അല്ലെങ്കിൽ നമസ്കാരത്തിനൊക്കെ പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇസ്രാവും മിറാജും എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള രാപ്രയാണവും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശലോകത്തേക്കുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്റെ അമാനുഷികത നിറഞ്ഞ ആകാശയാത്രയാണ്. അത് രണ്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് റജബ് മാസത്തിലാണ് എന്നതിനോ റജബ് 27-ലാണ് എന്നതിനോ പ്രത്യേകിച്ച് യാതൊരു തെളിവും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതിന് സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകളൊന്നും ഈ മാസത്തിലാണ് ഈ ദിവസത്തിലാണ് എന്നതിന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ടൊരു പ്രത്യേക നമസ്കാരം, റജബിൽ പ്രത്യേക നമസ്കാരം, റജബിൽ പ്രത്യേക നോമ്പ്, റജബിൽ സാധാരണ നിലക്കുള്ള സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കാമല്ലാതെ റജബ് മാസമാണ് എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക നോമ്പ് പറഞ്ഞിട്ടില്ല. റജബ് മാസത്തിലേക്ക് മാത്രമായിട്ട് 50 റക്അത്ത് നിസ്കാരം 90 റക്അത്ത് നിസ്കാരമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും അങ്ങനെ പറയുന്ന അതൊക്കെ നിർവഹിക്കുന്ന ആൾക്കാരുണ്ട്. അടുപ്പിച്ച് റജബും ഷഅബാനും റമദാനും 90 ദിവസത്തെ നോമ്പെടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അടുപ്പിച്ച് ഒറ്റ ദിവസം ഇടവേളല്ലാതെ റജബ് 1-ന് തുടങ്ങിയിട്ട് റമദാൻ 30 വരെ 90 ദിവസം അടുപ്പിച്ച് നോമ്പെടുക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലാഹു റസൂലോ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പ്രത്യേകമായൊരു നോമ്പ് എല്ലാ മാസങ്ങളിലും തിങ്കളാഴ്ചകളിലും അറബ് മാസങ്ങളിലെ 13, 14, 15 ദിവസങ്ങളിലൊക്കെ സുന്നത്ത് നോമ്പുള്ളതുപോലെ, വ്യാഴാഴ്ചകളിൽ സുന്നത്ത് നോമ്പുള്ളതുപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സ്വയം നമുക്ക് നിയ്യത്ത് വെച്ചിട്ട് സുന്നത്ത് നോമ്പെടുക്കാം എന്നതല്ലാതെ റജബ് മാസത്തിന് പ്രത്യേകമായിട്ട് സുന്നത്ത് നോമ്പില്ല, പ്രത്യേക നമസ്കാരങ്ങളില്ല. റജബിൽ പ്രത്യേക ഉംറ യാത്രകൾ സംഘടിപ്പിക്കപ്പെടുന്നു.
അറിയപ്പെടുന്നു. അതിന് പ്രത്യേകിച്ച് പ്രമാണമില്ല. നമുക്ക് കാണാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതകാലത്ത് മഅ്തമറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ ഖത്തുൻ, റജബ് മാസത്തിൽ ഒറ്റൊരിക്കലും റസൂൽ ഉംറ നിർവഹിച്ചിട്ടില്ല. റസൂല് റജബിൽ ഉംറ നിർവഹിച്ചിട്ടേയില്ല. അപ്പൊ റജബിൽ പ്രത്യേക ഉംറ ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ഉംറ ഗ്രൂപ്പുകൾ വരും, അവരിങ്ങനെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കണം. റജബ് മാസം പവിത്രമാണ്. 4 പവിത്ര മാസങ്ങളിൽ ഒന്ന് റജബാണ്. അതുകൊണ്ട് പവിത്രമാക്കപ്പെട്ട എന്തിനേയും നമ്മൾ, അള്ളാഹു പവിത്രത കൽപ്പിച്ച എന്തിനേയും നമ്മൾ ആദരിക്കണം. അള്ളാഹു പവിത്രത കൽപ്പിച്ച റജബ് മാസത്തോടുള്ള ഏത് മാസത്തോടുള്ള ആദരവ് എന്ന് പറയുന്നത് നന്മകൾ വർദ്ധിപ്പിക്കലാണ്. ഫർളായ കാര്യങ്ങളിൽ കൂടുതൽ കണിശത പുലർത്തലാണ്. ഹറാമുകളിൽ നിന്ന്, വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ബോധപൂർവം പ്രത്യേകം കരുതലോടുകൂടെ വിട്ടുനിൽക്കലാണ് ഈ മാസങ്ങളോടുള്ള ആദരവ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹ്യങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയ ചെറുതുമലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ പിരിഞ്ഞ സഹോദരി സഹോദരന്മാർ പരലോകത്ത് അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒത്തുചേരാൻ അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.